ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ചെറിയ ഒരു സബ്ജക്റ്റാണ്, പക്ഷേ വലിയ കാര്യവുമാണ്. കാര്യം എന്ന് ഇൻ്റർനെറ്റ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന എത്രമാത്രം ചലനങ്ങളാണ്. ഈ 2000-ന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് ഈ രാജ്യത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ഫുൾ വളർച്ചയ്ക്ക് കാരണം അതാണ്. പക്ഷേ അത് എത്രമാത്രം നമ്മുടെ ലൈഫിനെ, നമ്മുടെ റിയൽ ലൈഫിനെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളത്, നമ്മളുടെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. നമ്മളുടെ ഓരോരുത്തരുടെ വീടുകളിലും അവരുടെ ലൈഫിലും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പിലും അവരുടെ നാച്ചുറലായിട്ടുള്ള പല ഘടകങ്ങളിലും ഇത് വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. പല സ്ഥാപനങ്ങളിലും പിന്നെ ഞാൻ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജിംനേഷ്യങ്ങളിലും അതുപോലെ തന്നെ സ്കൂളുകളായാലും കോളേജുകളായാലും അവിടെയുള്ള ഫ്രണ്ട്ഷിപ്പിലും ഒക്കെ വളരെ വിള്ളലുണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നല്ലതും ചീത്തയുണ്ട്. നല്ലത് ഉൾക്കൊള്ളുക, ചീത്ത കളയുക. ഇൻ്റർനെറ്റിനെ നമുക്ക് ഒഴിവാക്കണമെന്നല്ല, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വളരെ പ്രധാന ഘടകമാണത്. പക്ഷേ അത് ചില സമയങ്ങളിൽ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അത് ഉപയോഗിക്കുക എന്നുള്ളതിലാണ്, അതിൽ ഉപയോഗിക്കുന്നതിലാണ് നമ്മളുടെ കാര്യം ഇരിക്കുന്നത്. നമ്മൾ എത്തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം തന്നെ ഇപ്പോൾ നമ്മളുടെ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജിംനേഷ്യത്തിലേക്ക് വരാൻ വേണ്ടി ഒരാൾ ഓഫീസിൽ നിന്ന് വന്ന് ചെയറിലിരുന്നൊരു ചായ കുടിച്ച് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അടുത്ത ആക്ടിവിറ്റീസിലേക്ക് കടക്കാം എന്ന് പറഞ്ഞ് മൊബൈൽ എടുക്കുന്ന ആൾക്ക് നമ്മുടെ ആ ആക്ടിവിറ്റീസിന് പോയിട്ട് വന്നിട്ട് കുറച്ച് ടൈമുണ്ട്. അത് വീട്ടിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ടൈമാണ്. അപ്പോൾ വന്നിട്ട് ചായ കുടിച്ച് കുറച്ച് നേരം 10 മിനിറ്റ് ഇരുന്നിട്ട് പോകാം എന്നുള്ള കൺട്രോളിൽ നിൽക്കുന്ന ഒരാൾ പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പോകുന്നത് മറ്റൊരു മായാലോകത്തേക്കാണ്. ഇപ്പോൾ ടൈം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് വന്നിട്ട് വീട്ടിലുള്ള ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ ഉള്ള ടൈം കിട്ടത്തില്ല. അപ്പോൾ പിന്നെ അന്ന് സ്കിപ്പ് ചെയ്തിട്ട് ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അടുത്ത ദിവസത്തേക്ക് ആക്കും. രാവിലത്തേക്ക് ആക്കുമ്പോൾ നമ്മൾ 12 മണി 1 മണിയാവും. സോഷ്യൽ മീഡിയയിൽ ഒക്കെ കിടക്കാൻ നേരത്ത് ഫോൺ എടുത്തൊന്ന് സെർച്ച് ചെയ്യും. പിന്നെ അത് പോകുന്ന അടുത്തൊരു മായാലോകത്തേക്കാണ്. ആ ലോകത്ത് നിന്ന് നമ്മൾ മൂട്ടിലേക്ക് ഇറങ്ങുമ്പോൾ സമയം 12 പിന്നെ രാവിലെ എണീക്കാൻ പറ്റത്തില്ല. പിന്നെ ആ ദിവസവും പോയി. അങ്ങനെ പല കാര്യങ്ങൾ ലൈഫിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമുക്ക് ലൈഫിനെക്കുറിച്ച് മുന്നോട്ടുള്ള ഒരു ചിന്താശേഷി അത് വളരെ നഷ്ടപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഉപയോഗിക്കരുത് എന്നല്ല, ഉപയോഗിക്കുമ്പോൾ ഇതിനൊരു ഒരു മാനദണ്ഡം ഉണ്ടാവണം. നമുക്ക് സ്വയം ഒരു മാനദണ്ഡം ഉണ്ടാവണം. ഇപ്പം നമ്മളൊരു വെയിറ്റിംഗ് ഷെഡിൽ ചെന്നിരുന്നാലോ ബസ് കാത്ത് ചെന്നിരിക്കുമ്പോഴോ അവിടെ ഇരിക്കുന്നവരുടെ പരസ്പരം ആരും മുഖത്ത് സംസാരിക്കാറില്ല. ഹോസ്പിറ്റലിൽ പോയാലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു കല്യാണ ഫംഗ്ഷന് പോയാലോ മറ്റൊരിടത്തും ആരെയും പരസ്പരം സ്നേഹവും ബന്ധങ്ങൾ പുതുക്കാനോ ഒന്നും സമയമില്ല. എല്ലാവരും ഇതിൻ്റെ ഒരു അഡിക്ഷൻ പോലെയാണ്. നമ്മൾ ഇൻ്റർനെറ്റിന് ഒരിക്കലും തള്ളിപ്പറയുന്നതല്ല, നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടിയാണ്. നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ ഒരു അടുക്കും ചിട്ടയോടും കൂടിയുള്ളൊരു പ്രവർത്തനം അത് വളരെ നല്ലതാണ്. ആരോഗ്യം അത് ഏറ്റവും വലുതാണ്. അതുപോലെ തന്നെ നമുക്ക് ചിട്ടയായൊരു ജീവിതം അത് നമ്മളെ ലൈഫിന് ഏറ്റവും വളരെ പ്രധാനമാണ്. അതുപോലെ ഉറക്കം, അതുപോലെ തന്നെ സമയത്തിനുള്ള ആഹാരക്രമം, ഇതെല്ലാം തെറ്റും. പരിപൂർണമായും തെറ്റിപ്പോകുന്നൊരവസ്ഥയുണ്ടാകാറുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയില്ല ഈ 2026 ഒരു തുടക്കം, ഒരു അടുക്കും ചിട്ടയുമായ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗവും ഒരു ലൈഫ് സ്റ്റൈലും അത് നിങ്ങൾക്ക് ഉണ്ടാക്കണം. അത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം ഒരു അടുക്കും ചിട്ടയോടും കൂടി പോയി കഴിഞ്ഞാൽ ലൈഫിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ലക്ക്. ലോക സമസ്ത സുഖിനോ ഭവന്തു.